യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാൾ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും. ദൈവവചനം കേൾക്കുന്ന നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇത് കേട്ടാൽ പോരാ, ചിലപ്പോൾ പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഈ വചനമൊന്നും മനസ്സിലൊന്ന് പതിയുന്നേ. ഞാൻ വിശ്വസിക്കുക, ദൈവവചനം പറയുന്ന ഞാൻ, കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ദൈവത്തിൻ്റെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി മാറുവാണ്. എന്താണ് ഈ അന്ധകാരത്തിൽ നടക്കുകയെന്ന് പറഞ്ഞാൽ, അന്ധകാരത്തിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്? അന്ധകാരത്തിന് ഇത്രയും പ്രത്യേകതയുണ്ട്. അന്ധകാരത്തിൽ നടക്കുന്നവർ തപ്പിത്തടയും. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാതെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയോ ചിലപ്പോൾ തട്ടി വീഴും, വേഗത കുറയും, മുമ്പിലുള്ളത് കാണാൻ പറ്റത്തില്ല, എന്തൊക്കെയോ ഒരു ഭയവും പേടിയൊക്കെ തോന്നും. അത് ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്താൽ പരിക്കുകൾ ഉണ്ടാവും അന്ധകാരത്തിൽ. എന്നാൽ അതേ സ്ഥാനത്ത് വെളിച്ചം വന്നാലോ വേഗത കൂടും, എങ്ങോട്ടാ പോകേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റും, മുമ്പിലുള്ളത് കാണാൻ പറ്റും, മുമ്പിലുള്ളതിനെ അനുഭവിക്കാൻ പറ്റും വെളിച്ചമുള്ളപ്പം. പ്രിയപ്പെട്ടവരെ, എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്നത്? നിങ്ങളുടെ തന്നെ ചില സ്വഭാവമാണോ? ദുസ്വഭാവമാണോ? തെറ്റായ ബന്ധങ്ങളാണോ? ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തിയാണോ നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തിയിരിക്കുന്നത്? ദൈവവചനം നിങ്ങളിൽ ചെല്ലുമ്പോൾ, നിങ്ങളത് കേൾക്കുമ്പോൾ, നിങ്ങളിൽ ആ അന്ധകാരത്തിൻ്റെ സ്ഥാനത്ത് ജീവൻ്റെ പ്രകാശം വരാൻ പോവുകയാണ്, ജീവൻ്റെ വെളിച്ചം. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും അന്ധകാരത്തിൽ തപ്പിത്തടയുകയില്ല. നിങ്ങൾ ഒരു അന്ധകാരത്തിലും തട്ടി വീഴുകയില്ല. നിങ്ങളൊരു അന്ധകാരത്തിലും പേടിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് വെളിച്ചം ഉണ്ടാകുന്നല്ല, ജീവൻ്റെ പ്രകാശം നിന്നിലുണ്ടായിരിക്കും. അത് സാധാരണ പ്രകാശമല്ല, ദൈവം നൽകുന്ന ജീവൻ്റെ വെളിച്ചം. അത് നിങ്ങളുടെ ഭവനത്തിലുണ്ടാകണം, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകണം, നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകണം, ചിന്തയിലുണ്ടാകണം, ആലോചനയിലുണ്ടാകണം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ആവശ്യമാണ്. എനിക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയിൽ എടുക്കുകയാണ്. കർത്താവ്, ഡിസംബർ മാസം ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ജീവൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ്, ജീവൻ്റെ വെളിച്ചം എനിക്ക് തരണമേ, ജീവൻ്റെ വെളിച്ചം എൻ്റെ കുടുംബത്തിന് തരണമേ, ജീവൻ്റെ പ്രകാശം എൻ്റെ മക്കളിൽ, തലമുറയിൽ എല്ലാം നൽകണമേ. അന്ധകാരത്തിൽ നടക്കത്തില്ല. വേറൊരാൾ, നമ്മൾ പറയില്ലേ, എപ്പോഴാണ് അന്ധകാരം വന്നതെന്നറിയാമോ? യേശു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. എന്നാണോ ദൈവം നിങ്ങളിൽ മരിക്കുന്നത്, എന്നാണോ പ്രാർത്ഥന മരിക്കുന്നത്, എന്നാണോ നിങ്ങളിൽ വിശ്വാസം മരിക്കുന്നത്, എന്നാണോ നിങ്ങളിൽ ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങൾ മരിച്ചു പോകുന്നത്, അന്ന് മുതലാണ് ഇരുട്ട് കയറുന്നത്, അന്ധകാരത്തിലാകുന്നത്, തപ്പിത്തടയുന്നത്. എന്നാൽ എന്നാണോ ദൈവത്തിലേക്ക് വരുന്നത്, ദൈവവചനം കേൾക്കുന്നത്, അത് വിശ്വസിക്കുന്നത്, അതെഴുതുന്നത്, ആ വചനത്തെ വിശ്വസിക്കുന്നത്, അന്ന് മുതൽ നിങ്ങളിൽ ആ ഇരുട്ട് മാറി ജീവൻ്റെ വെളിച്ചം അവിടെ കയറി വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗത വർദ്ധിക്കും. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകാൻ തുടങ്ങും. എവിടെയും തട്ടി വീഴുകയില്ല, ആർക്കും നിങ്ങളെ തട്ടി വീഴ്ത്താൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മുമ്പിലുള്ളത് കാണാൻ പറ്റും, നിങ്ങൾക്ക് മുമ്പിലുള്ളത് അനുഭവിക്കാൻ പറ്റും. ചിലർക്കെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. വീടുണ്ട്, കാറുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ സമാധാനം ഇല്ല. എന്നാൽ ജീവൻ്റെ വെളിച്ചം വരുമ്പോൾ നിന്റെ ദൈവം നിനക്ക് തന്നതിനെ നിനക്ക് ദൈവാനുഗ്രഹത്തിൽ അനുഭവിക്കാൻ പറ്റും, ദൈവാനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ പറ്റും. ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഈ ജനത്തിന് അനുഗ്രഹമാകണം.